ഹലോ ഗൈസ്, പെറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ താണ്ടെ അക്വാറിയത്തിൽ പോയിട്ട് ഒരു 2 സീബ്ര ഫിഷിനെ കൂടെ ഒരു 4 കുഞ്ഞൻ ഗോൾഡ് ഫിഷുകളെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. താണ്ടെ അപ്പം ഇതിനെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പം എൻ്റെ കയ്യിലൊരു ഓൾറെഡി 2 സീബ്ര ഫിഷസ് ഉണ്ട്. പിന്നെ ഗോൾഡ് ഇപ്പോൾ കണ്ടപ്പം ഫീൽഡിങ് ഗോൾഡാണ്. ഇപ്പോൾ കണ്ടപ്പം തോന്നി മേടിക്കാനായിട്ട് അപ്പം അങ്ങനെ വാങ്ങിയാണ്. വളരെ കുഞ്ഞു ഗോൾഡാണ് കേട്ടോ, ഒരെണ്ണത്തിന് 2.5 രൂപയേ ഉള്ളൂ. അപ്പം ഞാൻ കറക്റ്റായിട്ട് ഈ മീനുകളൊന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ മീനുകൾ. ഒരു 4 ഗോൾഡ് ഫിഷും 2 സീബ്രയും. മഞ്ഞ സീബ്രയാണ് മേടിച്ചേക്കുന്നത്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു 4 സീബ്രയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ സീബ്ര ഇറക്കുന്നത്. പിന്നെ ഈ ഗോൾഡ് ഫിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് കുഞ്ഞു ഗപ്പികളുണ്ട്. അപ്പോൾ ആ കുഞ്ഞു ഗപ്പികളുടെ കൂടാനാണ് ഈ ഗോൾഡ് ഫിഷിനെ വാങ്ങിയത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 20 മിനിറ്റ്സ് കൊണ്ട് ഇവിടുത്തെ വെള്ളത്തിനോട്ട് സെറ്റാക്കാനായിട്ട് ഇവിടുത്തെ ഒരു ടാങ്കിൽ കൊണ്ടിടാം. ഓക്കെ, നമ്മുടെ ഓസ്കർ ഇവിടെ ഉണ്ട്. ഇതിനകത്താണ് കേട്ടോ, ഇതിനകത്ത് സീബ്രയും പിന്നെ അതുപോലെ തന്നെ വീഡിയോ ടെട്രയും കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടാണ് ഈ 2 സീബ്ര ഇറക്കുന്നത്. പിന്നെ വേണ്ടേ, ഇവിടെ ഗപ്പി കുഞ്ഞുങ്ങളുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത് ഗാലക്സി ബ്ലൂ ടയറിൻ്റെ കുഞ്ഞുങ്ങളാണ്. 4 കുഞ്ഞുങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടാണ് നമ്മൾ ഗോൾഡ് ഫിഷിനെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഗാലക്സി ബ്ലൂ ടൈഗറിൻ്റെ പെയറിനെ കാണിച്ചു തരാം. അതായത് എൻ്റെ കയ്യിലുള്ള പാരൻറ്റ് ഫിഷസ് ഇതാണ് കേട്ടോ. ഗാലക്സി ബ്ലൂ ടൈഗറിൻ്റെ പാരൻറ്റ് ഫിഷസ് ആണ്. അപ്പോൾ നമുക്ക് ഈ മീനുകളെ ഒന്ന് സെറ്റാകാൻ വേണ്ടി ഏതെങ്കിലും ഒരു വെള്ളത്തിലിടാം. ഇവിടെ കിടക്കട്ടെ. കാരണം സീബ്രയ്ക്ക് വലിയ കുഴപ്പമില്ല. ഈ ഗോൾഡ് ഫിഷാണ് വളരെ കുഞ്ഞ്. ഇവിടെ കിടന്ന് സെറ്റാവട്ടെ. നമ്മളിതിനകത്തിട്ടു. ഇനി ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിനി ഇറക്കി വിടാം കേട്ടോ. ഇതാണ് എൻ്റെ പോളർ പാരറ്റ്സ്. പോളർ വൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് മാംഗോ ഓസ്കാർ. വലിയ എണ്ണം കണ്ടില്ലേ, ഇത് ഫീമെയിലാണ് ഈ വലുത്. പിന്നെ ഇത് നമ്മുടെ കളർ വീഡിയോ ടെട്രയും പിന്നെ ഒരു 4 സീബ്ര ഫിഷസ്. സൂപ്പറല്ലേ? അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ടെട്രേൻ്റെ കൂടെ നമ്മുടെ സീബ്രനെ ഇറക്കാം. അതുപോലെ ഗോൾഡ് ഫിഷിനെ മറ്റേ ഗപ്പി കുഞ്ഞുങ്ങളുടെ കൂടെ ഇറക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞു. എന്താണ്ടെ ഒരു വലയും പിന്നെ അതേപോലെ തന്നെ ഒരു മഗ്ഗും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വല ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്തേക്ക് മീനെ ഒഴിച്ചിട്ട് നമുക്ക് മേടിച്ച 6 മീനിലാണ് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ട് മീനുകളെല്ലാത്തിനെയും വലയ്ക്കകത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ എല്ലാത്തിനെയും കൂടി ഞാൻ ഇറക്കി വിടാം. എന്നിട്ട് നമുക്ക് പതുക്കെ സീബ്രനെ ഇതിൽ പിടിച്ച് മാറ്റി മറ്റേ ഇടാം കേട്ടോ. ഇറങ്ങി പൊക്കോ. ആണ്ടേ സൂപ്പറല്ലേ? ഇനി നമുക്ക് സീബ്രനെ പിടിക്കാം കേട്ടോ. ഒരെണ്ണത്തിന് കിട്ടുമ്പോൾ അടുത്തന്നെ കിട്ടത്തില്ല. യെസ്, നമ്മൾ 2 സീബ്രയും പിടിച്ചു.
ഇനി കൊണ്ട് ബാക്കിയുള്ള 4 സീബിളുടെ കൂടെ ഇടാം. എല്ലാ മീനുകളും ഇതിനകത്തുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഓൾറെഡി 2 പച്ചയും 2 മഞ്ഞ പിന്നെ 2 ഡാർക്ക് പച്ച, അത്രയും സീബ്രാസാണുള്ളത്. ബാക്കിയുള്ളതൊക്കെ വീട്ടിട്ട ഡ്രസ്സാണ് കേട്ടോ, ക്വാർട്ടർ വീട്ടിട്ട ഡ്രസ്സ്. ഇനി നമ്മുടെ കയ്യിലൊരു 3 ബീറ്റാസും കൂടെ ഉണ്ട്, അതിനൂടെ നിങ്ങൾ കണ്ടോളൂ. ഇതെൻ്റെ ബീറ്റ ഫിഷസ് ആണ് കേട്ടോ. ഇവനാണ് മെയിൽ, റെഡ് ബീറ്റയാണ്. ക്ലിയർ അടിക്കുന്നല്ലോ, ടോപ്പി കാണിച്ചു തരാം. കണ്ടില്ലേ? ഇതാണ് മെയിൽ ബീറ്റ. പിന്നെ ദാണ്ട് ഇത് ഫീമെയിൽ. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ, പക്ഷേ അവനെ ചെറുതായിട്ട് നമ്മുടെ ഡിസീസ് വന്നിരിക്കുക, ഫിൻറോട്ടായി. വണ്ടിയുടെ ഫിൻറോട്ടാണ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് കേട്ടോ ഇവൻ. ഇവനെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് കല്ലുപ്പും അതുപോലെ തന്നെ ബാക്ടീരിയലും കൂടി ഇട്ടിട്ടാണ്. ഇത് കുറച്ച് നാളായി, ഇത് മാറേണ്ടതാണ് ഇപ്പോഴേ. ഇപ്പോൾ തണുപ്പായതുകൊണ്ടായിരിക്കും മാറാത്തത്, അറിയില്ല. ഇപ്പോൾ ഇതിലും മാറിയില്ലെങ്കിൽ നമ്മൾ അക്രാഫ്ലൈനായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പം ഓക്കെ, ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ? സൂപ്പറല്ലേ ബീറ്റാസ്? ഗോൾഡ് ഫിഷിനെ കാണിക്കാൻ വിട്ടുപോയി. അപ്പം ഇതൊരു 4 കുണ്ണി ഗോൾഡ് ഫിഷാണ് കേട്ടോ. ആരൊക്കെയോ വാങ്ങിക്കൊണ്ട് പോയി ഏതൊക്കെയോ മീന് ഫീഡ് ചെയ്യേണ്ടതായിരുന്നു. ബട്ട് നമ്മൾ കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങി. ഞാൻ മുമ്പും ഒരു 2 പേർ ഗോൾഡ് ഫിഷിനെ വാങ്ങിയായിരുന്നു, പക്ഷേ അത് 2 പേഴ്സും സർവൈവ് ചെയ്തിട്ടില്ല. പിന്നെ ഏതാണ്ടേ എന്തോ ആവുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇതൊക്കെ വലുതായാൽ മതിയായിരുന്നു. നല്ലതായിട്ട് നമുക്ക് ഭാവിയിൽ ഇത് നല്ല വലുതാവുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബ്രീഡ് ചെയ്യിക്കാം. അതിൻ്റെ വീഡിയോ ഇടാം. പിന്നെ ഈ ഓസ്കറിൻ്റെ എഞ്ചിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ, അതായത് ഫ്ലോറൽ വിൻസ് എന്നുള്ള ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കയറി നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്കുക. It's me Dikshit Vijayamaran signing off. See you in the next video. Bye bye.